ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വളരെ ശക്തമായ നടപടി തന്നെ എയർ ഇന്ത്യ നേരിടേണ്ടി വരും. ഏതായാലും ഇതേ വിമാനം 2024 ഡിസംബർ മാസത്തിൽ തകരാറിലായതിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കിയിരുന്നു. അന്ന് 300 യാത്രക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷവും ഈ വിമാനത്തിനെതിരെ വ്യാപകമായ പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ എന്തുകൊണ്ട് എയർ ഇന്ത്യ അത് പരിഹരിച്ചില്ല എന്നത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ്. 6 ദിവസം മുൻപ് ഈ വിമാനങ്ങളിലെ തകരാറ് സംബന്ധിച്ച് എയർ ഇന്ത്യക്ക് DGCA നോട്ടീസ് നൽകിയിരുന്നു. എയർ ഇന്ത്യയോട് വിശദീകരണം ചോദിച്ചിരുന്നു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര വിമാന സർവീസുകളിലൊക്കെ തന്നെ എയർ ഇന്ത്യ പഴയ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് പരക്കെ വലിയ ആക്ഷേപമായിരുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ലണ്ടനിൽ നിന്നുള്ള ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ വലിയ ചോർച്ചയുണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് വന്നിരുന്നു. പൊട്ടിയ സീറ്റുകൾ, ഇലക്ട്രോണിക് സംവിധാനം വർക്ക് ചെയ്യാത്ത സാഹചര്യം, ഇത്തരത്തിൽ അന്താരാഷ്ട്ര വിമാനങ്ങൾ പലതും മോശമായ വിമാനങ്ങളാണ് എയർ ഇന്ത്യ ഉപയോഗിക്കുന്നത് എന്ന പരാതികൾ യാത്രക്കാരൊക്കെ തന്നെ നിരന്തരം ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ DGCA എയർ ഇന്ത്യയോട് വിശദീകരണം ചോദിക്കുകയും ശക്തമായ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി എയർ ഇന്ത്യ സ്വീകരിച്ചോ എന്ന കാര്യമൊക്കെ തന്നെ ഇനി ഗൗരവമായി പരിശോധിക്കും. ഇന്നിപ്പോൾ DGCAയുടെ അടിയന്തര യോഗം അല്പസമയം മുമ്പ് ചേർന്നിരുന്നു. എയർ ഇന്ത്യയോട് എല്ലാ വിമാനങ്ങളുടെയും ശേഷി സംബന്ധിച്ച്, എല്ലാ വിമാനങ്ങളുടെയും കാര്യക്ഷമത സംബന്ധിച്ച് ഒരു അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ DGCA ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായാലും ടാറ്റ ഗ്രൂപ്പിനാണ് നിലവിൽ എയർ ഇന്ത്യയുടെ ഉടമസ്ഥാവകാശം. സർക്കാരിൽ നിന്ന് ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്തതാണ്.